Instagram use ചെയ്യുന്ന 60% ആൾക്കാർ റീൽസ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഒരു 60%ത്തിൽ നിന്ന് വെറും 10% ആൾക്കാർക്ക് മാത്രമേ റീൽസ് വൈറലാകാറുള്ളൂ. ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു അൽഗോരിതം ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടാഗ് യൂസ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ട്രെൻഡിങ് ടോപ്പിക്സ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗുകൾ കൃത്യമായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് 3000 വ്യൂസ് തന്നെ ലഭിക്കണമെന്ന് നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്കത് സാധിക്കും? ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് റീൽസിന് വേണ്ടി മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒരു IGTV വീഡിയോ ഇടുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് എടുത്തുള്ളൂ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം തന്നെ അറിയേണ്ടത്, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു വ്യൂവർഷിപ്പ് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഫോളോവേഴ്സിനല്ല ലഭിക്കുന്നത്. നിങ്ങൾ ഇടുന്ന ഒരു റീൽസിന് കൃത്യമായിട്ട് ഇത്ര രീതിയിൽ വ്യൂസ് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു 3000 5000 ആണ് നിങ്ങളുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ അത്രയും രീതിയിൽ നിങ്ങൾക്ക് വ്യൂസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഫോളോവേഴ്സിനെ ലഭിക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊന്നും ഞാൻ നൽകുന്നില്ല. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിനെ എങ്ങനെ നമുക്ക് വളർത്താമെന്നുള്ള, അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാതെ എങ്ങനെ വളർത്താമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ വളരെയധികം പോപ്പുലറാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടെക്നിക്കിലേക്ക് പോകാം. സോ ഞാൻ ഈ ഒരു ടെക്നിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എൻ്റെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ PC അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഗൂഗിൾ സെർച്ചിലേക്ക് പോവുക. ഗൂഗിൾ സെർച്ചിൽ പോയതിന് ശേഷം നിങ്ങളവിടെ ഗ്രാബ് ടാഗ് എന്ന് സെർച്ച് ചെയ്യുക. ഗ്രാബ് ടാഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് നിങ്ങൾ പ്രസ് ചെയ്യുക. ഈ ഒരു സൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ട്രസ്റ്റ് വർത്തിയാണ്. ഇതിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, നമ്മൾക്ക് റീച്ച് കിട്ടുന്ന ഹാഷ്ടാഗുകൾ, അതായത് നിങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ കണ്ടൻസിനനുസരിച്ചിട്ടുള്ള ഹാഷ്ടാഗുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഞാൻ ഒരു മെസ്സിയുടെ റീൽസ് ജസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുക, ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഞാനപ്പോൾ ഇവിടെ മെസ്സി എന്ന് സെർച്ച് ചെയ്യാൻ പോവാണ്. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്കിവിടെ കാണാൻ സാധിക്കും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മെസ്സിയെ ബന്ധപ്പെട്ടിട്ടുള്ള ഹാഷ്ടാഗുകൾ, അതായത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഹാഷ്ടാഗുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു 300 ക്യാരക്ടേഴ്സ് എങ്ങാണ്ടേ നിങ്ങൾക്ക് ടാഗ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇതിന് ഫുള്ള് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ജസ്റ്റ് കോപ്പി ചെയ്യുക, അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് അനലൈസ് എന്ന് പറഞ്ഞത്. സോ എന്താണ് അനലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഹാഷ്ടാഗുകൾ, അതായത് കുറച്ച് ഹാഷ്ടാഗുകൾ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളായിരിക്കും, എന്നാൽ അതിന് എത്ര റീച്ചും കാര്യങ്ങളും ഉണ്ട് എന്ന് അറിയാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് അനലൈസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് അതിന് എത്രത്തോളം റീച്ച് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഷുവറായിട്ടും അറിയാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഫിക്സ്ഡ് റേറ്റിൽ തന്നെ ഒരു 2000-3000 റീച്ച് എന്തായാലും ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ വ്യൂസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഇട്ടാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ റീച്ച് ലഭിക്കുന്നതായിരിക്കും. 100% വർക്കിംഗ് ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്, ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ട്രസ്റ്റ് വർത്തിയായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ്. സോ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ റീൽസ് വളർത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ റീൽസിന് വ്യൂവർഷിപ്പ് കൂട്ടാൻ സാധിക്കുന്നത്. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ്, IGTV അങ്ങനെയുള്ള എല്ലാ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസിന് മൊത്തം ഒരു റീച്ച് നൽകാൻ സാധിക്കുന്നതാണ്. റീൽസിന് വേണ്ടി മാത്രമായിട്ടല്ല ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ റീൽസ് ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഒരു റീൽസ് ചെയ്യുകയാണ്, ആ ഒരു റീൽസ് റീച്ച് ആയി കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്ക് തന്നെ ചെയ്യുക. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി കൺസിസ്റ്റൻറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തുള്ളൂ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.